നരയാണിയുടേതായ ഡ്രസ് പോകുന്നതിൽ ഒരൊറ്റ ഒരു 2 സംഭവങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. എന്തിനെന്നറിയുന്നത്? ഇതെല്ലാം എഞ്ചിനീയറായാലും ഡോക്ടറായാലും എല്ലാവർക്കും ഇസ്ലാമിന്റെ നിയമം ബാധകമാണ്. യഥാർത്ഥത്തിൽ ഈ ഡ്രസ് നരയാണിയുടെ ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അതിന്റെ വിധി എന്താ? നിങ്ങൾ ആരെങ്കിലും ശരിക്കും പഠിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിലുള്ള വിധി എന്താ? ശരിക്ക് അതിന്റെ നിയമം എന്താ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് അടയാളത്തിൽ കാണിച്ചു. ഇത് കാലേ നിങ്ങൾ സങ്കല്പിക്കും. ഇത് കാൽമുട്ട്. എന്റെ ഈ ഭാഗം കാൽമുട്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കും. ഇത് കാലിന്റെ മധ്യഭാഗം. ഇത് നരിയാണി. സാധാരണ നമ്മൾ പറയുന്ന നരിയാണിന്റെ മേലെ അത് നിയമമാണോ ഇളവാണോ? എന്താ നിയമമാണോ ഇളവാണോ? ഇളവാണ്. നിയമം എന്താ? നിയമം എന്താ? കാൽമുട്ടിന്റെയും അതുപോലെ നരയാണിയുടെയും മധ്യഭാഗം കുർമുദി. ഈ കോഴിക്കോട് മർക്കസുദേവയിലെ യുവത എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണം. ആ യുവതയില് നബി ജീവിതം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഇമാം തുർമുദി നബിയുടെ ജീവിതം സമ്പൂർണ്ണമായിട്ട് നോട്ട് ചെയ്യാണ്. നബിയുടെ കണ്ണ്, നബിയുടെ മൂക്ക്, നബിയുടെ ചുണ്ട്, നബിയുടെ വിരല്, നബിയുടെ ചെരിവ്, നബിയുടെ മുടിയുടെ നിര, എത്ര നീളം, ഇതെല്ലാം ചർച്ച ചെയ്യുന്ന പുസ്തകത്തിൽ, ഇമാം തുർമുദിയുടെ പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്രസ് നരയാണിയുടെയും കാൽമുട്ടിന്റെയും നരയാണിയുടെയും മധ്യഭാഗത്ത് എന്നാണ്. ഇത് ഇളവാണ്. ഇതിൽ നിന്ന് 1 ഇഞ്ച് താന്നാൽ ശിക്ഷയാണ്, നരകമാണ്. കാരണം സഹീഹ് മുസ്ലിമിൽ ഉടനീളം അവനെ അന്ന് നോക്കൂലെന്നാണ്, അവനോട് അന്ന് മിണ്ടൂലെന്നാണ്. എഞ്ചിനീയറാ എന്നാൽ പിന്നെ ഷൂവിന്റെ താഴെ പോയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാ ഡോക്ടറല്ലേ, കാർഡിയോളജിസ്റ്റാ എന്നാ കുഴപ്പമില്ല. ഇജ്ജാര മൗലവിയാ എന്നാ കേട്ടി കൊടുക്ക്. എന്നാൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാവോ ദുനിയാവിൽ? ദുനിയാവിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാവോ മതത്തില്? ചെങ്ങൈമാരെ അങ്ങനെ ഒരു നിയമമുണ്ടോ കുടുംബത്തിൽ?